തിയറം 33 ഗാലോയിസ് എന്ന് പറഞ്ഞിട്ട് ഗാലോയിസ് തിയറം അല്ലെങ്കിൽ ഗാലോയിസ് എന്നല്ല ഗാൽവ എന്ന് നമ്മൾ പറയും. ഗാൽവ തിയറം അല്ല. ഈ തിയറം പ്രൂവ് ചെയ്തത് ഗാൽവ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ആണെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഗാൽവ എന്ന് കൊടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷെ ഇതല്ല ഗാൽവ തിയറം എന്ന് പറയുന്ന തിയറം ഇതല്ല. ഓക്കെ, തിയറം 33 പറയുന്ന ഇതാണ്: ഫോർ എവറി പ്രൈം നമ്പർ പി ആൻഡ് എവറി പോസിറ്റീവ് ഇൻറ്റിജർ n there exists a field having exactly p raised to n elements. നമ്മൾ ഏതൊരു പ്രൈം നമ്പർ പിയും ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n എടുത്താലും പി റൈസ് ടു എൻ ഓർഡർ വരുന്ന പി റൈസ് ടു എൻ എലമെൻറ്റ്സ് വരുന്ന ഒരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. സോ ഫോർ എവറി പ്രൈം നമ്പർ പി ആൻഡ് എവറി പോസിറ്റീവ് ഇൻറ്റിജർ n there exists a field having exactly p raised to n elements എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അങ്ങനൊരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് അങ്ങനൊരു ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്ത് കാണിക്കണം. ആ ഫീൽഡിൻ്റെ ഓർഡർ പി റൈസ് ടു എൻ വരുമെന്നും കാണിക്കണം. ഓക്കെ, അതിന് മുന്നേ നമ്മളൊരു കാര്യം നോക്കാൻ പോവാണ്. ഇങ്ങനൊരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്താൽ അതെന്തെങ്കിലും കണ്ടീഷൻസ് പ്രോപ്പർട്ടീസ് അതിനുണ്ടാകുമോ എന്നൊന്ന് ആദ്യം നോക്കാൻ പോവാണ്. ഇഫ് ദർ വെയർ എ ഫീൽഡ് കെ വിത്ത് ഓർഡർ ഓഫ് കെ ഈസ് ഈക്വൽ ടു പി റൈസ് ടു എൻ, പി റൈസ് ടു എന്നിനെ ഞാൻ ക്യൂ എന്ന് കൊടുക്കുവാണ്. ഓക്കെ, അങ്ങനൊരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്താൽ ദെൻ കെ ഹാഷ് ഈസ് ഈക്വൽ ടു, കെ ഹാഷ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് കെയിൽ നിന്ന് 0 എന്ന് പറയുന്ന എലമെൻറ്റിനെ കളയുന്നതാണ്. കെ മൈനസ് സെറ്റ് 0, കെ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ 0 അഡിറ്റീവ് ഐഡൻറ്റിറ്റി അതിനകത്തുണ്ട്. ആ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എടുത്ത് കളയുന്നു. കെ മൈനസ് സെറ്റ് 0 ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ. കെ ഹാഷിൻ്റെ ഓർഡർ എന്തായിരിക്കും? ക്യൂ മൈനസ് 1 ആണ്. കാരണം കെയുടെ ഓർഡർ ക്യൂ ആ. സോ അതിൽ കെയിൽ നിന്ന് ഒരു എലമെൻറ്റ് കളയുന്നതായതുകൊണ്ട് കെ ഹാഷിൻ്റെ ഓർഡർ ക്യൂ മൈനസ് 1 ആയിരിക്കും. ഈ കെ ഹാഷ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും. മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് മീൻസ് കെ ഹാഷ് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇത് നമ്മൾ ഇതെങ്ങനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആവുമെന്ന് ചോദിച്ചാൽ നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്ര പഠിക്കുന്നൊരു റിസൾട്ടാണ്. നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്താലും ആ ഫീൽഡിൽ നിന്ന് സെറ്റ് 0 സബ്ട്രാക്ട് ചെയ്യുന്ന സെറ്റ്, ആ സെറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. അത് നമ്മൾ ഓൾജിബ്രയ്ക്കകത്തുള്ളൊരു റിസൾട്ടാണ്. സോ അതുകൊണ്ട് നമുക്ക് കിട്ടും, നമ്മളിങ്ങനൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ കെ ഹാഷ് എന്ന് പറയുന്നത് കെ മൈനസ് സെറ്റ് 0 ഇസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ, ഇതിനേക്കാൾ ഒന്ന് പോകും ക്യൂ മൈനസ് 1. ഇനി നെക്സ്റ്റ് അഗെയിൻ നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കുന്നൊരു റിസൾട്ടാണ്. ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുന്നു. എ എന്ന് പറയുന്നൊരു എലമെൻറ്റ് ജിയിൽ നിന്നെടുത്താൽ എ റൈസ് ടു ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കും. സോ അതേപോലെ ഇവിടെ കെ ഹാഷ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. എ എന്ന് പറയുന്നത് ഇവിടെ റിലേഷൻ നോക്കുക, ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് കെ ഹാഷ്. സോ എ എന്ന് പറയുന്നത് ഞാൻ ആ ഗ്രൂപ്പ് കെ ഹാഷിൽ നിന്ന് എടുത്താൽ എ റൈസ് ടു ഓർഡർ ഓഫ് കെ ഹാഷ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആയിരിക്കും. ഇവിടുത്തെ ഐഡൻറ്റിറ്റി ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയ 1 ആയിരിക്കും. ഇനി ഓർഡർ ഓഫ് കെ ഹാഷ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്യൂ മൈനസ് 1 ആണ്. സോ നമുക്ക് കിട്ടും എ റൈസ് ടു ക്യൂ മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് കെ ഹാഷ്. മൾട്ടിപ്ലൈയിങ് വിത്ത് എ ഓൺ ബോത്ത് സൈഡ്സ്, എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ എ റൈസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എ വരും. സോ ദിസ് ഇസ് എ റൈസ് ടു ക്യൂ. എ റൈസ് ടു ക്യൂ മൈനസ് 1 പ്ലസ് 1 എന്ന് വരും. സോ എ റൈസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു എ ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് കെ ഹാഷ്. ഇനി എയും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എ റൈസ് ടു ക്യൂ മൈനസ് എ ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് കെ ഹാഷ്. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ദസ് എവറി എലമെൻറ്റ് ഓഫ് കെ ഈസ് എ റൂട്ട് ഓഫ് ദ പോളിനോമിയൽ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ, എയ്ക്ക് പകരം ഞാൻ എക്സ് കൊടുത്താൽ എന്ത് കിട്ടും? പോളിനോമിയൽ എക്സ് റൈസ് ടു ക്യൂ മൈനസ് എക്സ് എന്ന് കിട്ടും. സോ ആ പോളിനോമിയലിനെ ജി ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടു കെ ഹാഷിലെ എല്ലാ എലമെൻറ്റ്സും എന്ത് വരും? ഈ പോളിനോമിയലിൻ്റെ റൂട്ടായിട്ട് വരും. കാരണം ജി ഓഫ് എ എടുത്തു കഴിഞ്ഞാൽ ഇഫ് എ എലമെൻറ്റ് ഓഫ് കെ ഹാഷ് ജി ഓഫ് എ എടുത്തു കഴിഞ്ഞാൽ എ റൈസ് ടു ക്യൂ മൈനസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ കെ ഹാഷിലെ എല്ലാ എലമെൻറ്റും ഈ പോളിനോമിയലിൻ്റെ റൂട്ടായിരിക്കും. ഇവിടെ പറയുന്ന പക്ഷേ എന്താണ്? ദസ് എവറി എലമെൻറ്റ് ഓഫ് കെ ഈസ് എ റൂട്ട് ഓഫ് ദി പോളിനോമിയൽ. കെ ഹാഷും കെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കെ ഹാഷ് എന്ന് പറഞ്ഞാൽ കെ മൈനസ് സെറ്റ് 0. അപ്പോൾ കെയ്ക്കകത്ത് ഒരു എലമെൻറ്റും കൂടി എക്സ്ട്രാ വരുന്നുള്ളൂ, 0. 0 എന്ന് പറയുന്നത് നമ്മൾ ഈ പോളിനോമിയൽ ജി ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ 0 റൈസ് ടു ക്യൂ മൈനസ് 0, അതും 0 തന്നെയല്ലേ വരുന്നത്. അതുകൊണ്ട് കെ ഹാഷിലെ എലമെൻറ്റ്സ് മാത്രമല്ല എവറി എലമെൻറ്റ് ഓഫ് കെ ഈസ് എ റൂട്ട് ഓഫ് ദി പോളിനോമിയൽ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു ക്യൂ മൈനസ് എക്സ് എന്ന് എനിക്ക് പറയാം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കിട്ടിയത് നമുക്കിങ്ങനൊരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. പി റൈസ് ടു എൻ ഓർഡറുള്ളൊരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് കാണിക്കേണ്ടത്. പക്ഷേ നമുക്കിപ്പം ഇങ്ങനൊരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആ ഫീൽഡിലെ എല്ലാ എലമെൻറ്റ്സും എന്താണ്? ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ പോളിനോമിയലിൻ്റെ റൂട്ടായിരിക്കും എന്ന് കിട്ടി. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും എന്ന് നമുക്ക് കിട്ടി. ഇത് നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻ, ആ ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്ന രീതിയിലാണ് നമ്മൾ ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വി നൗ ബിഗിൻ ദ കൺസ്ട്രക്ഷൻ. നമ്മൾ അങ്ങനത്തെ ഒരു ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ബൈ ക്രോണക്കേഴ്സ് തിയറം 30, there is a field E containing set P over which g of x splits. ക്രോണക്കേഴ്സ് തിയറം പറയുന്ന ഇതാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു പോളിനോമിയൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്ന് എടുത്താൽ എന്താണ്? there exists a field E containing f over which f of x splits. നമുക്ക് ഈ എഫിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിൽ നിന്നാണ് സ്മോൾ എഫ് ഓഫ് എക്സ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫീൽഡിനെ
കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇക്കകത്ത് എഫ് ഉണ്ടാകും. കൂടാതെ ഇ എന്ന് പറയുന്ന ഫീൽഡിൽ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്യും ലീനിയർ ഫാക്ടേഴ്സായിട്ട്. സോ നമ്മൾ ഈ പോളിനോമിയൽ, നമുക്കിപ്പോൾ ഒരു പോളിനോമിയൽ കിട്ടിയല്ലോ ജി ഓഫ് എക്സ്. ഞാൻ ഈ പോളിനോമിയൽ ജി ഓഫ് എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എനിക്ക് സെറ്റ് പി ഓഫ് എക്സിലെ പോളിനോമിയലാന്ന് പറഞ്ഞൂടെ. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഒരു ഫീൽഡാണ്. സോ ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നോക്കി ഇതിൻ്റെ കോഎഫിഷ്യൻസ് 1ഉം -1ഉം ആണ് വരുന്നത്. സോ ഇത് ക്യൂ ഓഫ് എക്സിൽ റാഷണൽ നമ്പേഴ്സിൻ്റെ പോളിനോമിയൽ ഗ്രൂപ്പിൽ വരും. ക്യൂ ഓഫ് എക്സിൽ വരും, ആർ ഓഫ് എക്സിൽ വരും, സി ഓഫ് എക്സിൽ വരും. ഓക്കെ, പക്ഷേ ഇപ്പം ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന അത് ഫീൽഡിൻ്റെ ഇപ്പം ഏറ്റവും ചെറിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സെറ്റ് 2 ആണ് വരുന്നത്. പിന്നത്ത് സെറ്റ് 3. അങ്ങനെ സെറ്റ് 2 ആകുമ്പോൾ 2 ഓർഡറുള്ള ഗ്രൂപ്പ്, 2⁻1. നെക്സ്റ്റ് സെറ്റ് 3 ആകുമ്പോൾ 3 ഓർഡറുള്ള ഗ്രൂപ്പ്. അങ്ങനെ സോ നമ്മൾ ഈ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും മിനിമം ഇത് സെറ്റ് പിക്കകത്തുണ്ടെന്ന് എനിക്ക് പറഞ്ഞുകൂടെ. ഇപ്പോൾ സെറ്റ് 2 ആണ് ഏറ്റവും ചെറുത്. അതിനകത്ത് 1ഉം -1ഉം ഉണ്ടല്ലോ. -1 മീൻസ് 1ൻ്റെ ഇൻവേഴ്സ്. ഓക്കെ, സെറ്റ് 2 എടുത്തു കഴിഞ്ഞാൽ 0ഉം 1ഉം. ഓക്കെ, 1ൻ്റെ ഇൻവേഴ്സ് അവിടെ 1 തന്നെ ആയിരിക്കും വരിക. സോ അതേപോലെ സെറ്റ് 3 എടുത്തു കഴിഞ്ഞാലും 1ഉം -1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇൻവേഴ്സ് ഉണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ് ഏതാണ്? ജി ഓഫ് എക്സ്. സെറ്റ് പി ഓഫ് എക്സ് ജനറലി പറഞ്ഞാൽ ഫോർ എനി പ്രൈം പി ജി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് സെറ്റ് പി ഓഫ് എക്സ് ആണ്. സോ ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സെറ്റ് പി എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. അതേപോലെ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു ക്യൂ മൈനസ് എക്സ് എന്ന് പറയുന്നത് സെറ്റ് പി ഓഫ് എക്സിലെ പോളിനോമിയലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ക്രോണിക്കസ് തിയറം അപ്ലൈ ചെയ്തത്. ജനറലായിട്ട് ഞാൻ ഈ പോളിനോമിയൽ കൺസിഡർ ചെയ്യുവാണ്. നമുക്കറിയാം ഈ പോളിനോമിയലിൻ്റെ റൂട്ടായിരിക്കും ആ ഫീൽഡിലെ എല്ലാ എലമെൻറ്റ്സും. അതുകൊണ്ടാണ് ഞാൻ ഈ പോളിനോമിയൽ എടുക്കുന്നത്. അത് സെറ്റ് പി ഓഫ് എക്സിലെ എലമെൻ്റ് ആണ്. സെറ്റ് പി ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ക്രോണിക്കസ് തിയറം വെച്ചിട്ട് എനിക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എ ഫീൽഡ് കണ്ടെയ്നിങ് സെറ്റ് പി ഓവർ വിച്ച് ദിസ് ജി ഓഫ് എക്സ് സ്പ്ലിറ്റ്സ്. സോ ജി ഓഫ് എക്സ് ഈ ഇ ഓഫ് എക്സ് എന്ന് പറയുന്ന ഇ ഓഫ് എക്സിൽ സ്പ്ലിറ്റ് ചെയ്യും ലീനിയർ ഫാക്ടേഴ്സായിട്ട്. ഇനി നമുക്കൊരു ഫീൽഡ് എഫ് കൺസ്ട്രക്ട് ചെയ്യണമല്ലോ. ആ സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ആൽഫ എലമെൻറ്റ് ഓഫ് ഇ such that g of alpha is equal to 0. അപ്പം സോ ഈ ജി ഓഫ് ആൽഫ 0 ആകുന്ന എലമെൻറ്റ്സിൻ്റെ കളക്ഷനായിട്ട് എടുക്കുകയാണ്. സെറ്റ് ഓഫ് ദോസ് എലമെൻറ്റ്സ് ഇൻ ഇ. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു ഇ ഓഫ് എക്സിൽ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ലീനിയർ ഫാക്ടേഴ്സായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. മീൻസ് ആ പോളിനോമിയൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ എല്ലാ റൂട്ട്സും എവിടെയുണ്ട്? ഇയിലുണ്ട്. ലീനിയർ ഫാക്ടേഴ്സായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക മീൻസ് എല്ലാ റൂട്ടും എന്ത് വരും? അതിനെ ജി ഓഫ് എക്സിനെ സമയം x-a1 × x-a2 അങ്ങനെ എഴുതാൻ സാധിക്കും. ഓരോ പോളിനോമിയലും ഇ ഓഫ് എക്സിലുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? x=a1, x=a2 ഇതെല്ലാം ഇയിലെ എലമെൻറ്റ്സ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ എഫ് എന്ന് പറയുന്ന ഫീൽഡ് ഡിഫൈൻ ചെയ്യുവാണ്. സെറ്റ് ഓഫ് ദോസ് എലമെൻറ്റ്സ് ആൽഫ ഇൻ ഇ സച്ച് ദാറ്റ് ജി ഓഫ് ആൽഫ, ഈ പോളിനോമിയൽ 0 വരുന്ന ഈ പോളിനോമിയലിൻ്റെ റൂട്ട്സ് സച്ച് ദാറ്റ് ജി ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റൂട്ട്സ് ഓഫ് ദി പോളിനോമിയൽ ജി ഓഫ് എക്സ്. ഏതൊക്കെ ആൽഫയ്ക്ക് ജി ഓഫ് ആൽഫ 0 എന്നോ അതെല്ലാം എഫിൽ വരും. സോ അതുകൊണ്ട് തന്നെ എഫ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ റൂട്ട്സ് ഓഫ് ജി ഓഫ് എക്സ്. ഇവിടെ സെറ്റ് ഓഫ് ദോസ് ആൽഫ എലമെൻറ്റ് ഇൻ ഇ എന്ന് പറയാൻ കാരണം ഈ പോളിനോമിയലിൻ്റെ എല്ലാ റൂട്ട്സിലും ഈ പോളിനോമിയൽ ഇ ഓഫ് എക്സിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് പോളിനോമിയലിൻ്റെ റൂട്ട്സ് എല്ലാം ഇയിലുണ്ട്. അതുകൊണ്ടാണ് സെറ്റ് ഓഫ് ദോസ് ആൽഫ ഇൻ ഇ സച്ച് ദാറ്റ് ജി ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്ന് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ റൂട്ട്സ് ഓഫ് ജി ഓഫ് എക്സ്. ഇനി ജി ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ക്യൂ എക്സ് റൈസ് ടു ക്യൂ -1 -1 എന്ന് കിട്ടും. ഇനി ഫോർ ആൽഫ എലമെൻറ്റ് ഓഫ് ഇ ജി ഡാഷ് ഓഫ് ആൽഫ എന്തായിരിക്കും? ക്യൂ ആൽഫ റൈസ് ടു ക്യൂ -1 -1. ഇനി സിൻസ് ആൽഫ എലമെൻറ്റ് ഓഫ് ഇ ആണെങ്കിൽ ആൽഫ റൈസ് ടു ക്യൂ -1 എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ഇയിലെ എലമെൻ്റ് ആയിരിക്കും. ആസ് ഇ ഈസ് എ ഫീൽഡ്. കാരണം ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു എക്സെട്ര ആൽഫ ക്യൂ -1 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ. ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയിരിക്കും. സോ എയും ബിയും ഉണ്ടെങ്കിൽ എ ബി ഉണ്ടാകും. സോ ആൽഫ ഉള്ള കാരണം ആൽഫ ഉണ്ടാകും. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ റൈസ് ടു ക്യൂ -1 ഇയിൽ വരും. സിൻസ് സെറ്റ് പി ഹാസ് ക്യാരക്ടറിസ്റ്റിക് പി ആൻഡ് ഇ കണ്ടെയ്ൻസ് സെറ്റ് പി. സെറ്റ് പിയുടെ ക്യാരക്ടറിസ്റ്റിക് പി ആണ് നമുക്കറിയാം. ഇ കണ്ടെയ്ൻസ് സെറ്റ് പി നമ്മളിവിടെ പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ സെറ്റ് പിക്കകത്ത് ഇക്കകത്ത് സെറ്റ് പി എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ട്. ആ സെറ്റ് പിയുടെ ക്യാരക്ടറിസ്റ്റിക് പി ആണെങ്കിൽ ഇയുടെ ക്യാരക്ടറിസ്റ്റിക് എന്തേ വരുള്ളൂ? ഇ ഹാസ് ക്യാരക്ടറിസ്റ്റിക് പി. സോ ബൈ ലെമ്മ 32(1). സോ ലെമ്മ 32(1) എന്ന് പറയുന്നത് എഫ് ഈസ് എ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പി ആണെങ്കിൽ ദെൻ പി എ ഈസ് ഈക്വൽ ടു 0 ഫോർ എവറി എ എലമെൻറ്റ് ഓഫ് എഫ് ആണ്. സോ ഇവിടെ ആൽഫ റൈസ് ടു ക്യൂ -1 എലമെൻറ്റ് ഓഫ് ഇ ആണ്. ഇയുടെ ക്യാരക്ടറിസ്റ്റിക് പി ആണ്. സോ എന്ത് വരും? പി ഇൻറ്റു ആ എലമെൻറ്റ് ആൽഫ റൈസ് ടു ക്യൂ -1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ പി സ്ക്വയർ ഇൻറ്റു ആൽഫ റൈസ് ടു ക്യൂ -1 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പി ഇൻറ്റു പി ആൽഫ റൈസ് ടു ക്യൂ -1.
ഈ പി ആൽഫ റൈസ് ടു ക്യൂ മൈനസ് 1 0 എന്ന് കിട്ടും. സോ പി ഇൻറ്റു 0 ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. സിമിലർലി ഇങ്ങനെ പി വെച്ച് ഒരു പി വെച്ചും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? ഇത് പി ക്യൂബ് ആൽഫ റൈസ് ടു ക്യൂ മൈനസ് 1 ആവും. സോ സിമിലർലി പി റൈസ് ടു എൻ വെച്ചു പി റൈസ് ടു എൻ വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താവും? പി റൈസ് ടു എൻ ആൽഫ റൈസ് ടു ക്യൂ മൈനസ് 1 0 എന്ന് കിട്ടും. പി റൈസ് ടു എൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതല്ലേ ക്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ക്യൂ ആൽഫ റൈസ് ടു ക്യൂ മൈനസ് 1 എന്ന് പറയുന്നത് 0 കിട്ടും. സോ ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ജി ഓഫ് ആൽഫയ്ക്കകത്തൊരു ടേം ഉണ്ട് ക്യൂ ആൽഫ റൈസ് ടു ക്യൂ മൈനസ് 1. അത് എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി ജി ഡാഷ് ഓഫ് ആൽഫയിൽ. സോ ജി ഡാഷ് ഓഫ് ആൽഫ ഈസ് ഈക്വൾ ടു എന്താവും? 0 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൾ ടു -1 ഫോർ ഓൾ ആൽഫ എലമെൻറ്റ് ഓഫ് ഇ എന്ന് കിട്ടും. ഹെൻസ് ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു, അതുകൊണ്ട് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏത് ഇയിൽ നിന്ന് ഏത് പോളിനോമിയൽ എലമെൻറ്റ് എടുത്താലും ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു എന്തായിരിക്കും? -1 ആയിരിക്കും ഇൻ ഇ ഓഫ് എക്സ്. ഓക്കെ, ഹെൻസ് ജി സി ഡി ഓഫ് ജി ഓഫ് എക്സ് ജി ഡാഷ് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ജി ഓഫ് എക്സ് എക്സ് റൈസ് ടു ക്യൂ മൈനസ് എക്സ്, ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1. ജി സി ഡി എന്തായിരിക്കും? ഇതിൻ്റെ രണ്ടിന് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ. സോ 1 ആയിരിക്കും വരിക, റിലേറ്റീവ്ലി പ്രൈമാണ്. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ ആൽഫ കൊടുത്ത് ഇതേപോലെ ജി ഓഫ് ആൽഫ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തേ വരുള്ളൂ? ആൽഫ റൈസ് ടു ക്യൂ മൈനസ് എക്സ്. ആൽഫ എലമെൻറ്റ് ഓഫ് ഇ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, എല്ലാ ആൽഫയ്ക്കും സോ അങ്ങനെ നോക്കണ്ടേ. ഇവിടെ ജി സി ഡി ജി ഓഫ് എക്സ് എക്സ് റൈസ് ടു ക്യൂ മൈനസ് എക്സ് ആണ്. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് വരും? ജി സി ഡി 1 വരും. സോ ജി ഓഫ് എക്സ് ഇപ്പം ജി ഓഫ് എക്സിൻ്റെ റൂട്ട് തന്നെ ജി ഡാഷ് ഓഫ് എക്സിനും ഉണ്ടെങ്കിൽ സോ കോമൺ ഫാക്ടർ വരത്തില്ലേ? ഇപ്പോൾ ജി ഓഫ് എക്സിന് ഒരു റൂട്ട് ഉണ്ടെങ്കിൽ അവിടെ അതിനകത്ത് ഇപ്പോൾ എ എന്ന് പറയുന്നൊരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഫാക്ടർ വരും. ജി ഡാഷ് ഓഫ് എക്സിലും അതേ ഫാക്ടർ തന്നെ വരണം. സോ എന്നാലേ റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പം റൂട്ട്സ് 2 തവണ വരുവാണെങ്കിൽ അത് ജി ഓഫ് എക്സിനകത്ത് ഒരു ഫാക്ടർ വരും, ജി ഡാഷ് ഓഫ് എക്സിനകത്തും സെയിം ഫാക്ടർ തന്നെ വരണം. സോ ഇപ്പം രണ്ടിൻ്റെയും ജി സി ഡി 1 ആയത് കാരണം കോമൺ ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ജി ഓഫ് എക്സ് ഹാസ് നോ റിപ്പീറ്റഡ് റൂട്ട്സ് എന്ന് പറയാം. സോ ജി ഓഫ് എക്സിന് റിപ്പീറ്റഡ് റൂട്ട്സ് ഒന്നുമില്ല. സോ എന്താണ് നമ്മൾ ജി ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ആയിട്ടാണ് എഫ് എന്ന് പറയുന്നത് എടുത്തത്. സോ എഫിനകത്ത് ദോസ് എലമെൻറ്റ്സ് ഇൻ ഈ സച്ച് ദാറ്റ് ജി ഓഫ് ആൽഫ ഈസ് ഈക്വൾ ടു 0 ആയിരുന്നു. ഇപ്പം നമുക്കറിയാം എഫിനകത്ത് ഈയിലെ എലമെൻറ്റ്സ് ആണ് വരുന്നത്. സോ ഇപ്പം എഫിനകത്ത് റിപ്പീറ്റ് ചെയ്തൊന്നും വരുന്നില്ല, റിപ്പീറ്റഡ് റൂട്ട്സ് ഒന്നും വരുന്നില്ല എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ഓഫ് കെ ആണ്. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു എവറി എലമെൻറ്റ് ഓഫ് കെ ഇസ് എ റൂട്ട് ഓഫ് ദി പോളിനോമിയൽ ജി ഓഫ് എക്സ്. സോ അതുകൊണ്ട് തന്നെ ഈ കെയിലെ എല്ലാ എലമെൻറ്റ്സും എന്താണ്? ഈ പോളിനോമിയലിൻ്റെ റൂട്ടായിരിക്കും. അതുകൊണ്ട് ഓർഡർ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് കെ വരും. ഇനി ഏതെങ്കിലും റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കിയത്. റിപ്പീറ്റ് ചെയ്താൽ അതുകൂടെ കൗണ്ട് ചെയ്യണമല്ലോ. പക്ഷേ നമുക്കിപ്പോൾ കിട്ടി ഈ പോളിനോമിയലിന് റിപ്പീറ്റഡ് റൂട്ട്സ് ഇല്ലയെന്ന്. സോ അങ്ങനെ ആണെങ്കിൽ എന്താണ്? ഈ കെയിലെ എലമെൻറ്റ്സ് മാത്രമേ റൂട്ട്സ് ആയിട്ട് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഓർഡർ ഓഫ് എഫ് ഈസ് ഈക്വൾ ടു ഓർഡർ ഓഫ് കെ. കാരണം എവറി എലമെൻറ്റ് ഓഫ് കെ ഈസ് എ റൂട്ട് ഓഫ് ദറ്റ് പോളിനോമിയലാണ്. സോ അതുകൊണ്ട് ഓർഡർ ഓഫ് എഫ് ഈസ് ഈക്വൾ ടു ഓർഡർ ഓഫ് കെ ആണ്. ഓർഡർ ഓഫ് കെ എന്ന് പറഞ്ഞാൽ പി റൈസ് ടു എൻ അല്ലെങ്കിൽ ക്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ എഫ് എന്ന് പറയുന്നൊരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു, കൺസ്ട്രക്റ്റ് ചെയ്തു. സോ അതിൻ്റെ ഓർഡർ പി റൈസ് ടു എൻ എന്ന് കിട്ടി. നമുക്ക് കാണിക്കേണ്ട ദെയർ എക്സിസ്റ്റ് എ ഫീൽഡ് ഓഫ് ഓർഡർ പി റൈസ് ടു എൻ എന്നാണ്. സോ ഇത് നമ്മളൊരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്തു, അതിൻ്റെ ഓർഡർ പി റൈസ് ടു എൻ എന്ന് കിട്ടി. ഇനി ആ സെറ്റ് ഫീൽഡാണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. സോ ക്ലെയിം എഫ് ഈസ് എ ഫീൽഡ്, അത് പ്രൂവ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഫീൽഡാണെന്ന് പ്രൂവ് ചെയ്യാൻ ആ സെറ്റിൽ നിന്ന് 2 എലമെൻറ്റ്സ് എയും ബിയും എടുക്കണം. എന്നിട്ട് എന്ത് കാണിച്ചാൽ മതി? എ ബി അതിൻ്റെ പ്രോഡക്റ്റ് എ ബി എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് എഫ് ആണെന്ന് കാണിക്കണം. അതേപോലെ എ പ്ലസ് ബി എലമെൻറ്റ് ഓഫ് എഫ് ആണെന്ന് കാണിക്കണം. എ മൈനസ് ബി എലമെൻറ്റ് ഓഫ് എഫ് ആണെന്ന് കാണിക്കണം. അതേപോലെ തന്നെ എ ബൈ ബിക്ക് പകരം എന്താണ്? 1/b അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സീറോ എലമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്നും കാണിച്ചാൽ മതി. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന കാണിച്ചാൽ മതി. ഇപ്പോൾ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് കോഷ്യൻ്റ് ഡിഫൈൻ ചെയ്യാം. സോ 2 എലമെൻറ്റ്സ് എടുക്കുക, അതിൻ്റെ ഫീൽഡാണെന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് കാണിക്കുക, സം ഉണ്ടെന്ന് കാണിക്കുക, ഡിഫറൻസ് ഉണ്ടെന്ന് കാണിക്കുക. പിന്നെ എല്ലാ നോൺ സീറോ എലമെൻറ്റ്സിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് കാണിച്ചാൽ ഫീൽഡാണെന്ന് കിട്ടും. നമ്മൾ അത്രയും ആക്സിയോംസ് പ്രൂവ് ചെയ്യേണ്ട, അതിന് പകരം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ബാക്കി ആക്സിയോംസ് എല്ലാം കിട്ടിക്കൊള്ളും. സോ ഇങ്ങനെയാണ് ഫീൽഡാണെന്ന് പ്രൂവ് ചെയ്യുക. സോ ലെറ്റ് എ ബി എലമെൻറ്റ് ഓഫ് എഫ്. എ ബി എലമെൻറ്റ് ഓഫ് എഫ് ആണെങ്കിൽ എന്താണ്? എയും ബിയും റൂട്ട് ഓഫ് ദി പോളിനോമിയൽ എന്താണ്? എക്സ് റൈസ് ടു ക്യൂ മൈനസ് എക്സ് ആണ്. സോ അതുകൊണ്ട് എ റൈസ് ടു ക്യൂ മൈനസ് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ എ റൈസ് ടു ക്യൂ ഈസ് ഈക്വൾ ടു എ എന്ന് എഴുതാം. സോ അതേപോലെ തന്നെ ബി റൈസ് ടു ക്യൂ ഈസ് ഈക്വൾ ടു ബി എന്ന് എഴുതാം. ഇനി എ ബി എഫിലുണ്ടെന്ന് കാണിക്കാൻ എന്താണ്? എ ബി റൈസ് ടു ക്യൂ ഈസ് ഈക്വൾ ടു എ ബി എന്ന് കാണിച്ചാൽ പോരെ. അങ്ങനെ ആണെങ്കിൽ എക്സ് റൈസ് ടു ക്യൂ മൈനസ്
എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ സാറ്റിസ്ഫൈ എന്ന് കിട്ടും. ഓക്കെ, സോ എ ബി റൈസ് ടു ക്യൂ എന്ന് പറഞ്ഞാൽ എ ബി ഇൻറ്റു എക്സെട്ര എ ബി ക്യൂ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് എനിക്ക് എ ക്യൂ ടൈംസ് പ്ലസ് ബി ക്യൂ ടൈംസ് എന്ന് എഴുതാം. അങ്ങനെ എഴുതണമെങ്കിൽ ഇവിടെ ബി എ എന്ന് പറയുന്നതിനെ എ ബി എന്ന് എഴുതാൻ സാധിക്കണം. അങ്ങനെ എല്ലാ പ്രോഡക്റ്റിനെയും തിരിച്ച് എഴുതാൻ സാധിക്കണം. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഇങ്ങനെ എഴുതാൻ സാധിക്കൂ. അതെങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ എയും ബിയും എലമെൻറ്റ് ഓഫ് എഫ്, ദാറ്റ് ഇംപ്ലൈസ് എയും ബിയും എലമെൻറ്റ് ഓഫ് എന്താണ് ഇ. എഫിനകത്ത് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ദോസ് എലമെൻറ്റ്സ് ഇൻ ഇ വിത്ത് ആൽഫ ആസ് എ റൂട്ട് എന്നാണ്. സോ എയും ബി എലമെൻറ്റ് ഓഫ് ഇ എന്ന് കിട്ടും. ഈ ഒരു ഫീൽഡാണ്, അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഈ എല്ലാ എലമെൻറ്റ്സിനും തിരിച്ച് എഴുതാം. സോ അതുകൊണ്ട് എ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ബി. സോ ഇത് ക്യൂ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ റൈസ് ടു ക്യൂ ഇൻറ്റു ബി റൈസ് ടു ക്യൂ. ബട്ട് എ റൈസ് ടു ക്യൂ എന്ന് പറയുന്നത് എ, ബി റൈസ് ടു ക്യൂ എന്ന് പറയുന്നത് ബി. സോ എ ബി റൈസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടി. ദസ് എ ബി ഇസ് ദ റൂട്ട് ഓഫ് ദി പോളിനോമിയൽ എക്സ് റൈസ് ടു ക്യൂ മൈനസ് എക്സ്. അതുകൊണ്ട് തന്നെ എ ബി എലമെൻറ്റ് ഓഫ് എഫ് എന്ന് കിട്ടും. ഇനി ബൈ ലെമ്മ 32(3) പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു പി റൈസ് ടു കെ ഈസ് ഈക്വൽ ടു എ റൈസ് ടു പി റൈസ് ടു കെ പ്ലസ് ബി റൈസ് ടു പി റൈസ് ടു കെ. അതിൽ ബിക്ക് പകരം ഞാൻ മൈനസ് ബി വെച്ച് റീപ്ലേസ് ചെയ്യുവാണ്. സോ എന്ത് കിട്ടും? എ മൈനസ് ബി റൈസ് ടു ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പി റൈസ് ടു എൻ ആ. സോ പി റൈസ് ടു കെ ഫോമിൽ തന്നെയാണ് പവർ ഈ ക്യൂ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? സം വരുമ്പം ഇവിടെ സം കൊടുക്കുമെങ്കിൽ ഇവിടെ മൈനസ് ബി വരുമ്പോൾ ആ മൈനസ് തന്നെ കൊടുക്കും. സോ എ റൈസ് ടു ക്യൂ മൈനസ് ബി റൈസ് ടു ക്യൂ. ക്യൂ എന്ന് പറയുന്നത് പി റൈസ് ടു തന്നെ, അതുകൊണ്ടാണ് ലെമ്മ 32ൻ്റെ തേർഡ് പാർട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്കറിയാം എ റൈസ് ടു ക്യൂ എന്ന് പറയുന്നത് എ ആണ്, ബി റൈസ് ടു ക്യൂ എന്ന് പറയുന്നത് ബി ആണ്. സോ എ മൈനസ് ബി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ മൈനസ് ബി എലമെൻറ്റ് ഓഫ് എഫ് എന്ന് കിട്ടും. ഇനി ബൈ ലെമ്മ 32(3) ഡയറക്റ്റ്ലി 32(3) അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി റൈസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു എ റൈസ് ടു ക്യൂ പ്ലസ് ബി റൈസ് ടു ക്യൂ. ക്യൂ ഈസ് ഈക്വൽ ടു പി റൈസ് ടു എൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി എന്ന് കിട്ടും. സോ എ പ്ലസ് ബിയും എലമെൻറ്റ് ഓഫ് എഫ് എന്ന് കിട്ടും. ഇനി ഏത് നോൺ സീറോ എലമെൻറ്റിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഫൈനലി ഇഫ് എ നോട്ട് ഈക്വൽ ടു 0 ദെൻ എ റൈസ് ടു ക്യൂ മൈനസ് 1 ഈസ് ഈക്വൽ ടു 1. എ നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി തുടക്കത്തിലേ പറഞ്ഞായിരുന്നു എന്താണ്? എ നോട്ട് ഈക്വൽ ടു 0. സോ നമ്മളെല്ലാം പറഞ്ഞായിരുന്നു എ റൈസ് ടു ക്യൂ മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 ആണ് ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് കെ ഹാഷ്. കെ ഹാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അവിടെ കെ ഹാഷിലെ എലമെൻറ്റ് കെ ഹാഷ് 0 ഇല്ല. സോ 0 അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ റൈസ് ടു ക്യൂ മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമ്മൾ ഫൈനലി എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? എ റൈസ് ടു ക്യൂ മൈനസ് 1 ആണ്. മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് വിത്ത് എ ഇൻവേഴ്സ്. സോ എന്ത് കിട്ടും? എ ഇൻവേഴ്സ് ഇൻറ്റു എ റൈസ് ടു ക്യൂ മൈനസ് 1 ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു 1. ദാറ്റ് ഈസ് എ റൈസ് ടു ക്യൂ മൈനസ് 2 ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് കിട്ടും. ബട്ട് എ റൈസ് ടു ക്യൂ മൈനസ് 2 എലമെൻറ്റ് ഓഫ് എഫ് ആണ്. കാരണം എന്താ? സിൻസ് എഫ് ഇസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. നമ്മളിപ്പം പ്രൂവ് ചെയ്തേ ഉള്ളൂ എയും ബിയും എഫിലുണ്ടെങ്കിൽ എ ബി എഫിലുണ്ട്. ദാറ്റ് ഈസ് എഫ് ഇസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. സോ അതുകൊണ്ട് തന്നെ എ എഫിലുള്ള കാരണം എ റൈസ് ടു ക്യൂ മൈനസ് 2 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് ക്യൂ മൈനസ് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതും എന്തിൽ കാണും? എഫിൽ കാണും. ഓക്കെ, സോ അത് എഫിലുണ്ട്. സോ എ റൈസ് ടു ക്യൂ മൈനസ് 2 എന്ന് പറയുന്നത് എ ഇൻവേഴ്സ്. സോ നമുക്ക് എന്ത് കിട്ടും? എ ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് എഫ് എന്ന് കിട്ടും. ഹെൻസ് എഫ് ഈസ് എ ഫീൽഡ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫീൽഡ് ഓഫ് ഓർഡർ പി റൈസ് ടു എൻ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കും. പിന്നീട് ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഈ പോളിനോമിയൽ സെറ്റ് പി ഓഫ് എക്സിൽ വരും. സോ നമ്മൾ ആദ്യം ക്രോണക്കേഴ്സ് തിയറം അപ്ലൈ ചെയ്യും. എന്നിട്ട് സെറ്റ് ഓഫ് ദോസ് എലമെൻറ്റ്സ് ഇനി അപ്പോൾ നമുക്കൊരു ഫീൽഡ് കിട്ടും. അവിടെ ഈ പോളിനോമിയൽ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ സെറ്റ് ഓഫ് ദോസ് എലമെൻറ്റ്സ് ഇൻ ഇ സച്ച് ദാറ്റ് സോ ഈ പോളിനോമിയലിൻ്റെ എല്ലാ റൂട്ട്സും ഇയിൽ വരും. സോ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. സെറ്റ് ഓഫ് ദോസ് എലമെൻറ്റ്സ് ഇൻ ഇ സച്ച് ദാറ്റ് ജി ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. സോ അതിനുശേഷം ആ സെറ്റ്, ആ എഫ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ഓർഡർ പി റൈസ് ടു എന്നാന്ന് കാണിക്കും. പിന്നീട് എഫ് ഫീൽഡാന്ന് കാണിക്കും. ഓക്കെ.